നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഏവർക്കും ബജ്രംഗി മീഡിയയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 30, 2025 ബുധനാഴ്ച, അക്ഷയ തൃതീയ. ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്നത് വളരെയധികം ഐശ്വര്യപൂർണമായ ഒരു ദിനമായി കാണുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ അക്ഷയ തൃതീയയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ബുധനാഴ്ചയും രോഹിണി നക്ഷത്രവും കൂടി വരുന്ന ഒരു ശുഭദിനമായിട്ടാണ് അക്ഷയ തൃതീയ വരുന്നത്. അക്ഷയ തൃതീയയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഏവർക്കും അറിയാം, ഈ ദിവസം എന്ത് നമ്മൾ വാങ്ങിച്ചാലും അത് ഇരട്ടിയായി വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങളിൽ ആൾക്കാർ സ്വർണം വാങ്ങിക്കാൻ വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ സ്വർണം മാത്രമല്ല, മഹാലക്ഷ്മിക്ക് പ്രധാനമായിട്ടുള്ള എന്തും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് അന്നേ ദിവസം നമുക്ക് മഞ്ഞപ്പൊടി വാങ്ങിക്കുന്നത് വളരെ ഗുണകരമാണ്. കുങ്കുമം വാങ്ങിക്കുന്നത് വളരെ ഗുണകരമാണ്. അത് ഐശ്വര്യപ്രദമാണ്, അത് വർധനവിൻ്റെ കാര്യമല്ല. അതുപോലെ തന്നെ ഉപ്പ് വീട്ടിലേക്ക് വേണ്ട ഒരു കാര്യമാണ്, അത് വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അന്നേ ദിവസം കുളിച്ച് ശുദ്ധമായി ഒരു മഹാലക്ഷ്മിയുടെ മുമ്പിൽ നിറയെ മഞ്ഞപ്പൂക്കൾ ഇട്ട് ഭഗവതിയുടെ ഫോട്ടോ വിഗ്രഹത്തിൽ ചന്ദനം, കുങ്കുമം എല്ലാം തൊടിയിച്ച് ത്രിമധുരം, അതായത് കൽക്കണ്ടം, മുന്തിരി, തേൻ എന്നിവ നിവേദ്യമായിട്ടും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വിശേഷമാണ്, ഐശ്വര്യപ്രദമാണ്. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണകരമാണ്. അതിലുപരിയായിട്ട് പണ്ട് കാലങ്ങളിൽ പ്രാചീനമായി നിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് പശുദാനം. ഇവിടെ പലരും ഈ പശുദാനം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നതായി കാണാം. അതായത് പശുവിനെ ദാനമായി കൊടുക്കുക എന്ന്, അതല്ല ഉദ്ദേശിക്കുന്നത്. ബ്രാഹ്മണന് വസ്ത്ര, താംബൂല, ഫലസഹിതം, അതുപോലെ തന്നെ അതിൽ നിവേദ്യത്തിനുള്ള അരി, ശർക്കര, അതുപോലെ തൈര്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അതിനൊപ്പം പണവും വസ്ത്രവും താംബൂല സഹിതം ബ്രാഹ്മണർക്ക്, അതായത് വിശിഷ്ടമായി ക്ഷേത്രങ്ങളിൽ കൊണ്ടുചെന്ന് കൊടുക്കുന്നത് വളരെ ഗുണകരമാണ്. അത് നമ്മളുടെ ഐശ്വര്യത്തിന്, അഭിവൃദ്ധിക്കും വളരെ സഹായകരമാകും. ആ ദിവസം നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് ദാനം ചെയ്യുന്നുവോ ആ വസ്തുക്കളുടെ വർധനവുണ്ടാവും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും സുദിനമായ ഒരു ദിവസം നമുക്ക് എന്തൊരു നല്ല കാര്യവും ചെയ്യാനും നല്ല ആരംഭിക്കാനും ഒക്കെ വളരെ ഗുണകരമായി വഹിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ദിവസം വളരെ ശുദ്ധിയോടുകൂടിയും മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ടും ദേവീ ക്ഷേത്രങ്ങളിൽ പോയി പ്രത്യേക വഴിപാടുകളും നെയ്വിളക്ക് എന്നിവ കൊടുക്കുന്നതും പാൽപ്പായസം നിവേദ്യം കൊടുക്കുന്നതും ത്രിമധുരം കൊടുക്കുന്നതും ഒക്കെ വളരെ വിശേഷമാണ്. കാരണം ഇവിടെ ലക്ഷ്മി സങ്കല്പത്തിലുള്ള ദേവീക്ഷേത്രങ്ങൾ കുറവാണ്. എന്നിരുന്നാലും ഏതൊരു ക്ഷേത്രത്തിലും അമ്മയ്ക്ക് ലക്ഷ്മി ഭാവം ഉള്ളതുകൊണ്ട് നമ്മളുടെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രം ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ വിഷ്ണുവിനും അന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പൂജകൾ, കാര്യങ്ങൾ കൊടുക്കാം. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യം, ത്രിമധുര നിവേദ്യം, അപ്പ നിവേദ്യം, അതുപോലെ നെയ്വിളക്ക്, മഞ്ഞപ്പട്ട്, തുളസിമാല എന്നിവ നൽകി വിഷ്ണുവിനെ ആരാധിക്കുന്നതും വളരെയധികം ശ്രേയസ്കരമായിരിക്കും. ഐശ്വര്യ അഭിവൃദ്ധി നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവും. അന്ന് ത്രിസന്ധ്യ സമയത്ത് വീട് ശുദ്ധിയാക്കി ത്രിസന്ധ്യ സമയത്ത് നിലവിളക്കും സുഗന്ധദ്രവ്യങ്ങളും പുകച്ച് വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു അക്ഷയ തൃതീയ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.